കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ഒരു വലിയ വാർത്ത വന്നു. ആ വാർത്ത ഇതായിരുന്നു: ഹമാസിനെതിരെ പോരാടുന്ന ഇസ്രയേൽ പിന്നിലുള്ള ഒരു മിലീഷ്യയുടെ നേതാവ് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ആരാണ് ഈ കൊല്ലപ്പെട്ട യാസർ അബു ഷബാബ് എന്ന വ്യക്തി എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ യാസർ അബു ഷബാബ് എന്ന് പറയുന്ന വ്യക്തി 2024 പോപ്പുലർ ഫോഴ്സ് ഗ്രൂപ്പിന്റെ നേതാവാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അപരോധിക്കപ്പെടുകയും ഹമാസിനെ എതിർക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ രൂപീകരിക്കപ്പെട്ടതെന്നും ഞങ്ങൾ ആന്റി ടെറർ ഗ്രൂപ്പാണെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഹമാസ് ആണ് ഇവിടെ യുദ്ധം വരുത്തിവെച്ചതെന്നും അങ്ങനെ ഹമാസിനെ എതിർക്കുന്നത് കൊണ്ട് ഹമാസിനോട് വിരോധമുള്ള ആളുകൾക്ക് ഞങ്ങളെ പക്ഷം ചേരാമെന്നും വെറുതെ ഈ യുദ്ധക്കെടുതിയിൽ പെട്ട് മരിച്ചു പോകേണ്ട ആവശ്യമില്ലെന്നും ഗസയിൽ പറഞ്ഞു പരത്തുകയും അങ്ങനെ ഹമാസിൽ നിന്ന് ഒരു മുക്തി എന്നോണമാണ് ഹമാസിനെ പോലെയുള്ള ഒരു മിലീഷ്യയെ നിർമ്മിക്കുകയും അങ്ങനെ തോക്കുധാരികളായ ഇവർ സ്വയം ഹമാസിനെതിരെയാണ് ഞങ്ങൾ പോരാടുന്നതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇവർ ഒരു സ്വയം പ്രഖ്യാപിത സംഘടനയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടാണ് ഇതിൻ്റെ പിന്നിൽ ഇസ്രയേലാണെന്നും ഹമാസിനെ പോലെയുള്ള ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഗസയിൽ സായുധ സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ട് ഗസയെ മൊത്തത്തിൽ ഒരു അസമാധാന മേഖലയാക്കി മാറ്റുവാനുള്ള ഇസ്രയേലിൻ്റെ കുതന്ത്രത്തിൻ്റെ പിന്നിലെ ഒരു വ്യക്തിയായിരുന്നു ഈ യാസർ അബു ഷബാബ് എന്ന് പറയുന്ന പോപ്പുലർ ഫോഴ്സ് ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വരെ അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന ഒരു വ്യക്തമായ ഒരു തെളിവ് സൂചന ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഫാമിലിയുമായി ഉണ്ടായ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളിൽ തന്നെ നടന്ന ചില തർക്കങ്ങളിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതായിരുന്നു. ഏതു മുതൽ? ഇദ്ദേഹത്തിന് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് മുതൽ ഇദ്ദേഹത്തിന് ഹമാസ് പോലെയുള്ള ഗസയിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു സംഘടനയോട് കിടപിടിക്കുവാനോ പിടിച്ചു നിൽക്കുവാനോ ശേഷിയില്ല എന്ന് അറിഞ്ഞതു മുതൽ ഇദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതായിരുന്നു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇപ്പോൾ തന്നെ ഇദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ തോക്കുധാരികളായ അംഗങ്ങളും ഇദ്ദേഹവും പ്രവർത്തിക്കുന്നത് ഇസ്രയേൽ കൺട്രോൾഡ് ഏരിയയിലാണ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, മഞ്ഞ ലൈനിന് അപ്പുറത്ത് ഇപ്പോഴും ഗസയുടെ 58% ഇസ്രയേൽ കൈകാര്യം ചെയ്യുന്നു. ഇപ്പുറത്താണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗസയിലെ സാധാരണ നിവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇസ്രയേൽ കൺട്രോൾഡ് ഏരിയയിലേക്ക് പിന്മാറി കൊണ്ട് അവിടെ നിയന്ത്രണം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യാസർ അബു ഷബാബ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള മിലീഷ്യയുടെ ഗ്രൂപ്പിന്റെ തലവനെന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹം 2024 ഈ ഗ്രൂപ്പിന് തുടക്കം കുറിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒക്ടോബർ 7, 2023 ഗസയും ഇസ്രയേലും തമ്മിലുള്ള അല്ലെങ്കിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. എന്നാൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം വർഷം 1 അല്ലെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതൽ യുദ്ധം ചെയ്തിട്ടും ഗസയിലെ ഹമാസിനെ ഇല്ലാതാക്കുവാനോ ഗസയിലെ യുദ്ധലക്ഷ്യങ്ങളായ തങ്ങളുടെ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാനോ കഴിയാത്ത ഇസ്രയേൽ ലോകരാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും കൊന്നു തള്ളുന്നു എന്നുള്ള ഒരു വലിയ അപരാധം, ഒരു വലിയ ജനുസൈഡ്, ഒരു വലിയ വംശഹത്യാ കുറ്റത്തിന് ICCയും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും ലോകരാജ്യങ്ങളും ഇസ്രയേലിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അത്തരത്തിൽ തങ്ങളുടെ യുദ്ധം കൊണ്ട് ഇവിടെ വിജയം കാണില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കുവാനോ ഗസയിൽ എന്നേക്കുമായി അസമാധാനം കൊണ്ടുവരുവാനോ തങ്ങൾക്ക് കഴിയില്ലെന്നും ഏത് നിമിഷവും തങ്ങൾ പിന്മാറേണ്ടി വരുമെന്നും ലോകസമ്മർദ്ദം കൂടിക്കൂടി വരികയാണെന്നും കണ്ട ഇസ്രയേൽ ഹമാസിനെ പോലെയുള്ള മിലീഷ്യകളെ നിർമ്മിച്ചുകൊണ്ട് അതുപോലെയുള്ള ഫോഴ്സുകളെ നിർമ്മിച്ചുകൊണ്ട് ഗസയിൽ അസമാധാനം ഉണ്ടാക്കുകയും അങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കി കളയാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. തുടക്കകാലത്തൊക്കെ ഈ യാസർ അബു ഷബാബ് എന്ന് പറയുന്ന പോപ്പുലർ ഫോഴ്സ് ഗ്രൂപ്പിന്റെ തലവൻ തങ്ങൾ ഇസ്രയേലിന്റെ
സഖ്യമായ ഇസ്രയേലിൻ്റെ പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘമാണെന്ന് പറയാൻ മടിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം പല ചോദ്യങ്ങൾക്കും അത്തരത്തിൽ പറയാറില്ലെങ്കിലും 2025 ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുന്ന മിലീഷ്യകൾ ഗസയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള കാര്യം. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനത്തോടു കൂടി യാസർ അബു ശബാബ് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മിലീഷ്യയുടെ നേതാവാണെന്ന കാര്യം ഗസക്കാർക്കും ലോകത്തിനും കൂടുതൽ വ്യക്തമായി എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ പോപ്പുലർ ഫോഴ്സ് ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് മയക്കുമരുന്ന് കുറ്റവാളിയായി ഗസയിലെ ജയിലിൽ വർഷങ്ങളോളം കിടന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു കുറ്റവാളിയാണ്. ഇദ്ദേഹം മയക്കുമരുന്ന് കേസിലെയും അതുപോലെ വിവിധ കേസുകളിലെയും കുറ്റാരോപിതനായ, കുറ്റം തെളിയിക്കപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കഴിയുന്ന ഒരു വലിയ കൊടും ക്രിമിനലായിരുന്നു ഈ യാസർ അബു ശബാബ് എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഈ യുദ്ധത്തിൽ ജയിലുകൾ തകരുകയും ഉള്ളവരൊക്കെ പുറം ചാടുകയും ചെയ്തപ്പോൾ ഇദ്ദേഹവും പുറത്തു വരികയും അങ്ങനെ ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു മിലീഷ്യക്ക് 2024 തുടക്കം കുറിക്കുകയുമായിരുന്നു. ഇദ്ദേഹം ഈ മിലീഷ്യ തുടക്കം കുറിക്കുമ്പോൾ ആദ്യം ആന്റി ടെറർ സർവീസ് എന്ന് പറയുകയും പിന്നീട് ഇസ്രയേൽ എപ്പോഴും ആരോപിക്കുന്ന ഒരു വിഷയമാണ് ഗസയിലേക്ക് ഞങ്ങൾ നൽകുന്ന എയ്ഡുകളും സഹായങ്ങളും, പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഗസയിലേക്ക് നൽകുന്ന ചില സഹായങ്ങൾ ഹമാസ് കട്ടുകൊണ്ടുപോകുന്നു, കൊള്ളയടിക്കുന്നു എന്ന ഏറ്റവും വലിയ വിഷയം. ഇവർ ആദ്യം തന്നെ രംഗപ്രവേശനം നടത്തിയത് ഗസയിലെ സാധാരണക്കാരോട് ഞങ്ങളെ കൂടെ കൂടൂ, ഞങ്ങളാണിത് വിതരണം ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കുകയും ഇവരിലൂടെ ഇസ്രയേൽ ഇത് വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ കൊള്ള ഇവരാണ് നടത്തുന്നതെന്ന് പിന്നീട് ഐക്യരാഷ്ട്രസഭ വരെ അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഇവർ ഗസക്കാരെ രക്ഷിക്കുവാനോ ഇവർക്ക് യുദ്ധം ഇല്ലാതാക്കുവാനോ ഇവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കഴിവ് ഇല്ല എന്ന് അപ്പോൾ ഗസക്കാർ മനസ്സിലാക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഹമാസിന് നമുക്കറിയാം ഗസയിൽ കടുത്ത സ്വീകാര്യതയുണ്ട്. ഗസയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഹമാസിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന, ഹമാസിന് അനുകൂലമായി മനസ്സുള്ളവരാണെങ്കിൽ ഈ ഒരു ഇസ്രയേൽ ബാക്ക് മലീഷ്യകൾക്ക് ഗസയിൽ തീരെ സ്വീകാര്യതയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇസ്രയേലിന് ഈ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ എത്തരത്തിലെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ജനങ്ങളിൽ കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു ഗ്രൂപ്പായി ഇവരെ മാറ്റുവാനും ഇസ്രയേൽ പരമാവധി പരിശ്രമം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും നാട്ടുകാരും ഇദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരും ഇദ്ദേഹം ഇസ്രയേലിൻ്റെ പങ്കാളിയാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇദ്ദേഹത്തെ തള്ളിപ്പറയുകയും എന്തിലധികം ഇപ്പോൾ ഇദ്ദേഹം മരണം കൈവരിച്ചപ്പോൾ ഒരു ഇരുണ്ട യുഗത്തിന് അന്ത്യമായി എന്നാണ് അവരുടെ ഗോത്ര തലവൻ തന്നെ, കുടുംബം തന്നെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നാട്ടുകാരും ഗസയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഒരു ഗ്രൂപ്പിന് എതിരായിരുന്നു. കാരണം ഇത് ഇസ്രയേലിൻ്റെ സഹായം പറ്റി ജീവിക്കുന്ന, ഗസയിലെ ജനങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന, ഇസ്രയേലുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മിലീഷ്യയാണ് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുത്തു തുടങ്ങിയിരുന്നു. ഹമാസ് പോലെയുള്ള ഏകരാലും സ്വീകാര്യമായ ഒരു സംഘടന, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളാലും സ്വീകരിക്കപ്പെടുന്ന ഒരു സംഘടനയും അതുപോലെ അത്യാവശ്യം ഗസയിൽ ഏറ്റവും ശക്തിയുള്ള ഒരു സംഘടനയോടും പിടിച്ചു നിൽക്കാനാവാത്ത ഇദ്ദേഹത്തിന് ദിവസങ്ങൾ എണ്ണപ്പെട്ടതായിരുന്നു എന്ന് ഈ അടുത്തു തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തിയതായിരുന്നു. എന്നാൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നറിയാതെ കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഈ അബൂ ശബാബ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ മുകളിലുള്ള ഒരു പ്രവർത്തനമല്ല ഇദ്ദേഹം ഗസയിൽ കാഴ്ചവെക്കുന്നത്. ഇദ്ദേഹത്തിന് അധികാരമാണ് വേണ്ടത്. അതായത് ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് താൻ നേതാവാണെന്നും താനാണ് ഇവിടെ വളരാൻ പോകുന്നതെന്നും ഹമാസിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം അപരോധിക്കുകയും അങ്ങനെ ഗസക്കാരുടെ സ്വന്തമായ ഞാനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും എന്നിലൂടെയാണ് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ആളുകൾ
സഹായം നൽകുന്ന ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യയശാസ്ത്രമില്ലാത്ത ഒരു അധികാര മോഹിയായിരുന്നു ഇദ്ദേഹമെന്ന് ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുകയായിരുന്നു. ഗസക്കാരുടെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ അധിനിവേശത്തിനെതിരെ, ഇസ്രയേലിന്റെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ഉള്ള പ്രവർത്തനമാണ്. അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് ഇസ്രയേലിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. പക്ഷെ ഇദ്ദേഹം ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പ്രത്യയശാസ്ത്രമില്ലെന്നും ഇദ്ദേഹത്തിന് താത്കാലിക അധികാരം മാത്രമാണ് ആവശ്യമെന്നും അതിൽ നിന്ന് വ്യക്തമാവുകയാണ്. വാൾ സ്ട്രീറ്റ് ജേണൽ, അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ജേണലിന് ഇദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നത്, ഹമാസിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുകയും ഹമാസിനോട് താല്പര്യമില്ലാത്ത വ്യക്തികളെ ഈ യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടുത്തലുമാണ് തൻ്റെ ദൗത്യം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഗസയിൽ ഒരു ദൗത്യവും നിർവഹിക്കാനാവാതെ അദ്ദേഹം ഗസയിൽ നിന്ന് എന്നേക്കുമായി അന്ത്യം കുറിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇദ്ദേഹം ഒരു കൊടും കുറ്റവാളിയായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് മയക്കുമരുന്ന് കയറ്റിയതിൻ്റെ പേരിൽ വരെ പിടിക്കപ്പെട്ട കൊടും കുറ്റവാളിയാണ്. 2024 വരെ ഗസയിലെ ജയിലിൽ കഴിഞ്ഞു. 24 പുറത്തിറങ്ങുകയും യുദ്ധകാലയളവിൽ ജയിലിൽ നിന്ന് പുറം ചാടുകയും ഇസ്രയേലുമായി ചേർന്ന് ഹമാസിനെതിരെ ഒരു ഗ്രൂപ്പ് നിർമ്മിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഹമാസുമായി പിടിച്ചു നിൽക്കാനാവാത്ത, അത്രയും ശേഷിയില്ലാത്ത ഈ ഗ്രൂപ്പിന്റെ തലവൻ കഴിഞ്ഞ ദിവസം പൊടുന്നനെ കൊല്ലപ്പെടുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് നമ്മളിലേക്ക് എത്തിയത്. ഏതായാലും ഇത്തരം ഇസ്രയേലിന്റെ പല മിലീഷ്യയുടെ നേതാക്കന്മാരെയും തുടക്കത്തിൽ തന്നെ, വെടിനിർത്തലിന്റെ തുടക്കത്തിൽ തന്നെ റോഡിൽ വെച്ച് വെടിവെച്ചു കൊന്ന ഒരു വാർത്തയും കൂടി നമ്മൾ കേട്ടിരുന്നു. ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പാക്കി എന്നൊക്കെയുള്ള ചില വാർത്തകളും ചില യൂറോപ്യൻ അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തരം മലീഷ്യകളെയൊക്കെ ഒന്നൊന്നായി ഹമാസ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.